നമസ്കാരം, എൻ്റെ പേര് ദുർഗ. ഈ വീട് കൊട്ടാരക്കരയിലാണ്. ഞാൻ, ഹസ്ബൻഡ് രമേശ്, മോൻ അരവിന്ദ്, ഞങ്ങൾ 3 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും മണ്ണ് കൊണ്ടല്ല, തേക്കാത്തൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം മുതലേ തന്നെ. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ആർക്കിടെക്ട് ശാന്തിലാലിനെയാണ്. അപ്പോൾ പുള്ളി നമ്മുടെ കൺസെപ്റ്റുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഞങ്ങൾ 1 വർഷത്തോളം. എന്നിട്ടാണ് ഈ വീട് പണിയാൻ തുടങ്ങിയത്. 2 വർഷം എടുത്തു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. 2500 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല. ഒരു താഴെ മുകളിലായിട്ട് 3 ബെഡ്റൂം, പിന്നെ മുകളിലൊരു ലിവിങ് സ്പേസ്, താഴെ എല്ലാം ഓപ്പൺ ആണ്. കിച്ചൺ, ലിവിങ് സ്പേസ് എല്ലാം ഓപ്പൺ ആണ്. ലൈബ്രറി ഒക്കെ. ബെഡ്റൂമിന് മാത്രമേ ഒരു പ്രൈവസി, ബാത്റൂം, ബെഡ്റൂം മാത്രമേ നമ്മൾ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് കാണുന്നുള്ളൂ. പൊതുവെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, ചൂട് കുറവാണ്. എയർ കണ്ടീഷൻ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഉള്ളത് തറയൊക്കെ അത്താങ്കുളി ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ റീയൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുള, ബാംബു ഷീറ്റ്, പിന്നെ പഴയ തടി, പഴയ ഓട്, അതൊക്കെയാണ് ഇതിന്റെ നിർമ്മാണത്തിന് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അപ്പോൾ ഞങ്ങൾക്കിത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വീട് തന്നെയാണ്. കാരണം ഒന്നാമത് ഇതിനകത്ത് ചൂടിന്റെ ഒരു കുറവ്, പിന്നെ രണ്ടാമത് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിൽ, മെയിൻ്റനൻസ് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ശാന്തിലാല്, അദ്ദേഹത്തിന്റെ പണിക്കാരെല്ലാവരും ഭയങ്കര സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൺസെപ്റ്റിന് ഒരുപടി കൂടി മുകളിൽ നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് അവരിത് ഞങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം വീട് തുടങ്ങുന്ന സമയത്ത് പലർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് ഇത് തീരുന്നതെന്നുള്ളത്. കാരണം ഇതിന്റെ സ്ട്രക്ചർ എന്താകും എന്നൊരു ധാരണ പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലുള്ളതിനേക്കാൾ നന്നായിട്ട് തന്നെ ഇത് ഔട്ട്പുട്ട് വന്നു. അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്.